നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാന ബജറ്റ് മൂവാറ്റുപുഴയ്ക്ക് മികച്ച നേട്ടം. 14.7 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. റോഡ് പദ്ധതികൾക്കാണ് ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയത്. നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. ആശ്രമം വളവിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴായി. വ്യാഴാഴ്ച രാത്രിയാണ് പൈപ്പ് പൊട്ടിയത്. ചായക്കൊപ്പം പുസ്തകവും. വായന തിരിച്ചുപിടിക്കാൻ മൂവാറ്റുപുഴയിൽ ഒരു ബേക്കറി ലൈബ്രറി. മൂവാറ്റുപുഴയിലെ ബേക്കറി ഉടമ ഷുക്കൂറിന്റെ ചുവടുവയ്പ് വായനാ ദിനത്തിൽ മാതൃകാപരം. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് NSS യൂണിറ്റ് വായനാ ദിനം ആഘോഷിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് വായനാ ദിനം ആഘോഷിച്ചത്. 27ഓളം കുട്ടികൾക്കായി ബാഗ്, ബുക്കുകൾ, മറ്റു പഠനോപകരണങ്ങൾ കൈമാറി. മൂവാറ്റുപുഴയിൽ സാമൂഹിക നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാന ബജറ്റിൽ മൂവാറ്റുപുഴയ്ക്ക് 14.70 കോടി രൂപയുടെ പദ്ധതികൾക്ക് അംഗീകാരം. റോഡ് പദ്ധതികൾക്കാണ് മൂവാറ്റുപുഴയ്ക്കായി ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയത്. ഇന്നത്തെ ബഡ്ജറ്റ് മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ഏറെ സന്തോഷവും അങ്ങേയറ്റം അഭിമാനമുള്ള ഒരു ബഡ്ജറ്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലം മൂവാറ്റുപുഴ പ്രതിനിധീകരിച്ച് ഓരോ ബഡ്ജറ്റുകൾ വരുമ്പോൾ ധാരാളം പദ്ധതികൾ സമർപ്പിച്ചിരുന്നുവെങ്കിലും സർക്കാരിൻ്റെ നിലപാട് തീർത്തും നിരാശാജനകമായി. ഈ തവണ സമർപ്പിച്ച എല്ലാ പദ്ധതികളും 30 പദ്ധതികളും ബഡ്ജറ്റിൽ ഇടം പിടിച്ചു എന്ന് മാത്രമല്ല, ടോക്കൺ പ്രൊവിഷൻ അനുവദിച്ച പ്രധാന പദ്ധതികൾ ഏതാണ്ട് 15 കോടിയോളം രൂപയുടെ വർക്ക് മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി മാത്രം സ്പെസിഫിക്കലി അലോട്ട് ചെയ്യും. അതിനേക്കാൾ ഉപരി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം, കഴിഞ്ഞ നാളുകളിൽ ഇന്ന് മൂവാറ്റുപുഴയിലുള്ളതിൽ ഏറ്റവും ഗുരുതരമായ ഒരു പ്രയാസവും ഒരു പ്രശ്നവുമായി ഞാൻ കാണുന്നത്, ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്തിൻ്റെ ജീവനാഡി പോലെ നിൽക്കുന്ന MVIP, PVIP കനാലുകളുടെ ദയനീയ സ്ഥിതിയാണ്. ആ കനാലുകളുടെ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഒരു പദ്ധതി ബഡ്ജറ്റിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. PVIP കനാലിൻ്റെ നവീകരണത്തിനുള്ള ഫണ്ടും അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. MVIP കനാലിനും സമാനമായ പുനരുദ്ധാരണം ഉണ്ടാകുക ഏറ്റവും അടിയന്തരമായി മൂവാറ്റുപുഴ നാടിനെ സംബന്ധിച്ച് നമുക്ക് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഈ നിലയിൽ ഇപ്പോൾ നമ്മൾ ഏറെ കാലമായി ആഗ്രഹിക്കുന്ന അമ്പലമ്പടി വീട്ടൂർ റോഡ്, അതുപോലെ വാളിയപ്പാടം മാറാടി റോഡ് അടക്കം, അതുപോലെ സ്പോർട്സ് ഹോസ്റ്റലിൻ്റെ പുതിയൊരു സ്പോർട്സ് ഹോസ്റ്റലിന് വേണ്ടിയിട്ടുള്ള ഇത്, പൈനാപ്പിൾ സിറ്റിയുടെ നവീകരണം, അതുകൂടാതെ മറ്റ് ഏതാനും റോഡുകൾ അടക്കമുള്ള റോഡുകളുടെ അംഗീകാരം നമുക്ക് ലഭിച്ചു. അതുകൂടാതെ 30ഓളം പദ്ധതികൾ, ബൃഹത്തായ പദ്ധതികൾ ബഡ്ജറ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതെല്ലാം ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ അതൊക്കെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൂവാറ്റുപുഴയെ മാറ്റിയെടുക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശ്രമത്തിൽ ഈ ബഡ്ജറ്റ് വലിയ ഒരു മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ സഹായിക്കും. തീർച്ചയായിട്ടും ബഹുമാനായ മുഖ്യമന്ത്രിയോട് വലിയ നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനായിട്ടുണ്ട്. അതിനുവേണ്ടി മുൻകൂട്ടായിട്ട് പരിശ്രമിക്കാൻ മാത്രം പറയുന്നു. നന്ദി. റോഡ് പദ്ധതികൾക്കാണ് ബജറ്റിൽ കൂടുതൽ തുക വകയിരുത്തിയത്. മണ്ഡലത്തിലെ റോഡുകൾക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കി മാത്യു കുഴൽനാടൻ MLA ബജറ്റിന് മുന്നോടിയായി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അമ്പലമ്പടി വീട്ടൂർ റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തുന്നതിന് 3.5 കോടി രൂപ അനുവദിച്ചു. വാഴക്കുളം പൈനാപ്പിൾ സിറ്റി മാർക്കറ്റ് വികസനത്തിന് 1 കോടി രൂപയും മൂവാറ്റുപുഴയ്ക്കായി ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചു. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയുടെ കായിക രംഗത്തെ സമഗ്രമായ വളർച്ചയ്ക്ക് സ്പോർട്സ് ഹോസ്റ്റൽ നിർമ്മിക്കും. ഇതിനായി 50 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് അനുമതി ലഭിച്ചു. വാഴക്കാലക്കണ്ടം മരുതൂർ റോഡ് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 70 ലക്ഷം രൂപയുടെ പദ്ധതിക്കും ബജറ്റ് അംഗീകാരം നൽകി. വാളിയപ്പാടം മാറാടി റോഡും ഉന്നത നിലവാരത്തിൽ പുനർനിർമ്മിക്കും. ഇതിനായി 5 കോടി രൂപ ബജറ്റിൽ അനുവദിച്ചു. മൂവാറ്റുപുഴ മാറാടി റോഡ് പുനരുദ്ധാരണത്തിന് 4 കോടി രൂപയുടെ പദ്ധതിക്കും അനുമതി ലഭ്യമായി. ബജറ്റിൽ ഇടം പിടിച്ച മറ്റു പദ്ധതികൾ കൂടി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്നും മാത്യു കുഴൽനാടൻ MLA അറിയിച്ചു. മൂവാറ്റുപുഴ ആശ്രമം വളവിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള വിതരണ പൈപ്പ് പൊട്ടി വെള്ളം പാഴായി. വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെയാണ് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പാഴായത്. മൂവാറ്റുപുഴ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന കുടിവെള്ള പൈപ്പുകൾ പൊട്ടുന്നത് തുടർക്കഥയാകുന്നു. മൂവാറ്റുപുഴ ആശ്രമം വളവിൽ വ്യാഴാഴ്ച രാത്രിയിലാണ് വീണ്ടും പൈപ്പ് പൊട്ടിയത്. പൈപ്പ് പൊട്ടി ശക്തമായി വെള്ളം പുറത്തേക്ക് ഒഴുകിയതിനെ തുടർന്ന് റോഡ് തകരുകയും ചെയ്തു. വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച രാവിലെ വരെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് പാഴായത്. പൈപ്പ് പൊട്ടിയതിനെ തുടർന്ന് കിഴക്കേക്കര പ്രദേശത്ത് കുടിവെള്ള വിതരണം നിലച്ചു. വാട്ടർ അതോറിറ്റി ജീവനക്കാരെത്തി പൈപ്പ് നന്നാക്കുന്നതിനുള്ള ജോലികൾ പുരോഗമിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി വൈകിട്ടോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന് വാട്ടർ അതോറിറ്റി ജീവനക്കാർ അറിയിച്ചു. നഗരത്തിൽ പൈപ്പ് പൊട്ടൽ പതിവാകുന്നത് ജനങ്ങളെയും വ്യാപാരികളെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്.
പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി തയ്യാറാകാത്തതാണ് ഇതിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ചായക്കൊപ്പം പുസ്തകവും. പുതുതലമുറയെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് തിരികെ നടത്താനുള്ള മൂവാറ്റുപുഴയിലെ ബേക്കറി ഉടമ ഷുക്കൂറിന്റെ ചുവടുവയ്പ് വായനാ ദിനത്തിൽ മാതൃകാപരം. മൊബൈൽ സ്ക്രീനുകളിൽ കണ്ണുനട്ടിരിക്കുന്ന പുതുതലമുറയെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് തിരികെ നടത്താനുള്ള മൂവാറ്റുപുഴയിലെ ബേക്കറി ഉടമ ഷുക്കൂറിന്റെ ചുവടുവയ്പ് വായനാ ദിനത്തിൽ മാതൃകാപരം. മൂവാറ്റുപുഴ നഗരത്തിലെ ലത ബസ് സ്റ്റാൻഡിന് സമീപവും വെള്ളൂർക്കുന്നത്തുമുള്ള പൈനായിൽ ബേക്കറിയാണ് ചായ കുടിക്കാൻ എത്തുന്നവർക്ക് അറിവിന്റെ മധുരം കൂടി പകർന്നു നൽകുന്നത്. ബേക്കറി ഉടമയും എഴുത്തുകാരനുമായ PM ഷുക്കൂറാണ് ചായക്കൊപ്പം പുസ്തകം എന്ന വേറിട്ട ആശയം തന്റെ കടയിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. ശീതള പാനീയങ്ങളോ ചായയോ കുടിക്കാൻ എത്തുന്നവർക്ക് ചൂട് പലഹാരങ്ങൾക്കൊപ്പം ഇഷ്ടമുള്ള പുസ്തകങ്ങളും തിരഞ്ഞെടുത്തു വായിക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുസ്തകങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതിനായി കടയ്ക്കുള്ളിൽ പ്രത്യേക ഷെൽഫ് തന്നെ ഷുക്കൂർ തയ്യാറാക്കിയിട്ടുണ്ട്. ആധുനിക സാങ്കേതിക വിദ്യയുടെ പുറകെ പോയി വായനയിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും അകന്നു പോകുന്ന യുവതലമുറയെ അക്ഷരങ്ങളിലേക്ക് അടുപ്പിക്കുക, പ്രശസ്തരായ സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഷുക്കൂർ ഈ പദ്ധതിക്ക് തുടക്കമിട്ടത്. ഒരുപാട് സാധ്യതകളാണ് വായന തുറന്നു നൽകുന്നതെന്ന് ഷുക്കൂർ പറഞ്ഞു. വായന ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സാധ്യതകളാണ്. ഒരുപാട് നമ്മുടെ മുമ്പിൽ തുറന്നിടുന്ന ഒരുപാട് സാധ്യതകൾ. എന്ത് ഇന്ന് അറിയണമെങ്കിലും നമ്മൾ നെറ്റ് ഉപയോഗിച്ചാലും എന്ത് ഉപയോഗിച്ചാലും അതിൻ്റെ കുറച്ചുകൂടെ കറക്റ്റായിട്ടുള്ള സ്ഥിതി അറിയണമെങ്കിൽ പുസ്തകങ്ങൾ തന്നെയാണ് ഇപ്പോഴും ആശ്രയം. അതുകൊണ്ട് വായനാ ദിനം നമുക്കൊരു പ്രത്യേകിച്ചൊരു വായനാ ദിനത്തിനോടൊന്നും യാതൊരു കാര്യം എനിക്ക് തോന്നാനില്ല. മറിച്ച് എല്ലാ ദിവസവും വായിക്കുന്നു. നമ്മുടെ ഒരു ദിനചര്യയാണ്. അതിൻ്റെ കണക്കനുസരിച്ച് അത് പോകുന്നു. നമ്മളെങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു അതുപോലെ വായിക്കുക. അതേപോലെ തന്നെ നമ്മൾ കൂടെ കൊണ്ടു നടക്കേണ്ടതൊരു കാര്യമാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ശരിക്കും പറഞ്ഞൊരു മുതലാളിത്ത വ്യവസ്ഥിതിയുടെ വക്താക്കളാണ്. മൂലധന കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സാമ്പത്തിക ചുറ്റുപാടിലാണ്. അതാണ് നമ്മുടെ ഇത്. അതായത് പൈസയുള്ളവൻ കേമൻ, ഇല്ലാത്തവൻ വെറുതെ എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയാണ് പൊതുവെ കണ്ടുപിടുന്നത്. എല്ലാവർക്കും സ്റ്റാറ്റസും അധികാരവും കാര്യങ്ങളുമാണ്. പക്ഷേ വായന ഇതൊന്നും നൽകണമെന്നില്ല. പക്ഷേ നമുക്കൊരു സ്വാതന്ത്ര്യം തരും. നമ്മുടെ മനസ്സിനെ ജീവിത പ്രശ്നങ്ങളിൽ നിന്നൊക്കെ കുറച്ച് കാലത്തേക്ക് അകറ്റി നിർത്താനും ഒക്കെ വായന നല്ല ഉപകാരം ചെയ്യും. അതിനേക്കാൾ എല്ലാത്തിനും ഉപരി അറിവ് കൂടുതൽ അറിയാൻ എന്നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അറിയുക അറിയുന്നിടത്തോളം കൂടുതൽ ഇത് ഇന്ന വിഷയമൊന്നുമില്ല. എല്ലാ വിഷയവും ഇന്ന മതം എന്നില്ല, സംസ്കാരം എന്നില്ല, ഇന്ന ഭാഷ എന്നില്ല. പറ്റുന്നതെല്ലാം ഈ ജീവിതകാലത്ത് പറ്റുന്നതെല്ലാം വായിച്ചു തീർത്ത് അറിഞ്ഞ് കൂടുതൽ ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ 100-ലധികം പുസ്തകങ്ങൾ ഈ ഷെൽഫിൽ വായനക്കാർക്കായി ഒരുക്കിയിരിക്കുന്നു. ബൈബിൾ, അധ്യാത്മ രാമായണം, ഭഗവത്ഗീത തുടങ്ങിയവയും ലോക സാഹിത്യകാരന്മാരുടെയും ഉൾപ്പെടെ 5000-ലധികം പുസ്തകങ്ങളുടെ വൻ ശേഖരമാണ് ഷുക്കൂറിന്റെ വീട്ടിലും 2 കടകളിലുമായുള്ളത്. 4 പുസ്തകങ്ങൾ ഇതിനോടകം ഷുക്കൂർ രചിച്ച് പുറത്തിറക്കിയിട്ടുമുണ്ട്. വായിക്കാനും പുസ്തകങ്ങളെ പരിചയപ്പെടാനും കുട്ടികൾ തന്നെ സ്വയം ശ്രമിക്കണമെന്നും ഷുക്കൂർ പറഞ്ഞു. കുറച്ചൊക്കെ നമ്മൾ പിള്ളേരാണെങ്കിൽ നമ്മൾ കുറച്ച് സ്വയം തന്നെ നമ്മൾ ഒന്ന് ശ്രമിക്കണം. എന്തിനാ ഇതൊന്ന് വായിക്കണം, ഇതൊന്ന് അറിയണം എന്നുള്ള മനസ്സൊന്ന് തിരിച്ചു വിട്ടാൽ രക്ഷപ്പെട്ടുള്ളൂ. ഒരു പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതുപോലെ തന്നെ ഈ ഒരു തലമുറ കഴിയുമ്പോൾ മറ്റൊരു തലമുറയെ കുറ്റം പറയുന്നതും പതിവാണ്. മനുഷ്യ ചരിത്രത്തിൽ ഉടനീളം ആ സംഭവമുണ്ട്. പക്ഷേ അവരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തി, നമ്മളെ അടുപ്പിച്ച് നിർത്തി, അത് ഏത് കുട്ടി ആയിക്കോട്ടെ അവനെ കൂടെ അടുത്ത് നിർത്തി നീ അവനൊന്ന് സംസാരിച്ചു. അവനോട് കിടന്ന് ആക്രമണത്തിൻ്റെ ഭാഷയിലല്ലാതെ ഒരു നല്ല ചേർത്ത് പിടിക്കുന്ന ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അവനെ സമീപിച്ച് നോക്കി അവൻ നമ്മൾ പറയണ അനുസരിച്ച് കേൾക്കും. അവന് വായന അത് തന്നെ ഭയങ്കരമായിട്ട് അവൻ ആ ലഹരിയിൽ നിന്ന് വായന പിന്നൊരു ലഹരിയായിട്ട് മാറിക്കോളും. കടയിലിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് പുസ്തകങ്ങൾ എത്ര വേണമെങ്കിലും വായിക്കാം. എന്നാൽ പുസ്തകങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി വായിച്ച് തിരികെ നൽകുന്ന സംവിധാനം ഇവിടെയില്ല. വായനാ ദിനത്തിൽ പുസ്തകങ്ങളെയും വായനയെയും നെഞ്ചിലേറ്റുന്നവർക്ക് വലിയൊരു മാതൃകയാണ് ഷുക്കൂർ. നിർമ്മല കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വായനാ ദിനം ആഘോഷിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് നിർമ്മല കോളേജ് NSS യൂണിറ്റ് ഈ വർഷത്തെ വായനാ ദിനം ആഘോഷിച്ചത്. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വായനാ ദിനം ആഘോഷിച്ചു.
മൂവാറ്റുപുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ കുട്ടികളോടൊപ്പമാണ് നിർമ്മല കോളേജ് NSS യൂണിറ്റ് ഈ വർഷത്തെ വായനാ ദിനം ആഘോഷിച്ചത്. സ്കൂളിലെ 27ഓളം കുട്ടികൾക്കായി NSS വോളണ്ടിയേഴ്സ് ശേഖരിച്ച ബാഗ്, ബുക്കുകൾ, മറ്റ് പഠനോപകരണങ്ങൾ എന്നിവ സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഷമീന ബീഗത്തിന് കൈമാറി. കോളേജ് NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ ബോബു ആന്റണി, ഡോക്ടർ ജീന മേരി ജോസ്, വോളണ്ടിയേഴ്സ് സെക്രട്ടറിമാരായ ദേവാനന്ദ്, ശ്രീനന്ദ എന്നിവർ നേതൃത്വം നൽകി. നിർമ്മല കോളേജിന് NSS യൂണിറ്റിൻ്റെ ഭാഗമായി കളക്ട് ചെയ്ത കുറേ ബാഗുകൾ, പുസ്തകങ്ങൾ, ബുക്കുകൾ, ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, അങ്ങനെ കുറേ പഠനോപകരണങ്ങൾ ഞങ്ങൾ ഈ കുട്ടികൾക്കായിട്ട് ഈ വായനാ ദിനത്തിൽ ഇവർക്കായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഇവരുടെ HM കൈമാറുകയാണ് ഇന്നത്തെ ദിവസം. വളരെയധികം സന്തോഷം. കാരണം ഈ കുട്ടികൾ ശരിക്കും ഇത് അർഹിക്കുന്നുണ്ട്. ഇത് കൂടുതൽ അർഹിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ സംഭാവനയാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇനിയും കൂടുതലായിട്ട് ഞാൻ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കോളേജിലെ 30ഓളം വോളണ്ടിയേഴ്സ് പരിപാടിയിൽ പങ്കെടുത്തു. കുട്ടികൾക്കായി വായനാദിന ക്വിസ് മത്സരവും മറ്റ് കലാപരിപാടികളും സംഘടിപ്പിച്ചു. നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴയിൽ സാമൂഹിക നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെ അനുസ്മരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് മൂവാറ്റുപുഴയിൽ അയ്യങ്കാളി അനുസ്മരണം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴയിലെ അയ്യങ്കാളി പ്രതിമയിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയിസ് മേരി ആന്റണി പുഷ്പഹാരാർപ്പണം നടത്തി. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം ജോയിസ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെയും സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെയും സാമൂഹ്യ നീതിയുടെയും ഒക്കെ ഒരു മറുപേര് തന്നെയാണ് ശ്രീ മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സാമൂഹിക നവോത്ഥാനത്തിന് വേണ്ടി, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ള ഒരു ആശയം മുൻപിൽ വെച്ചുകൊണ്ട് 1983 അദ്ദേഹം ഒരു വില്ലുവണ്ടി യാത്ര നയിക്കുന്നു. തലപ്പാവ് ധരിച്ച് നീണ്ട തിളക്കമുള്ള വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് ഒരു രാജകുമാരനെ പോലെ അദ്ദേഹം തെരുവിലൂടെയും പൊതുനിരത്തുകളിലൂടെയും പുതുവഴികളിലൂടെയും സഞ്ചരിച്ചപ്പോ പ്രിയമുള്ളവരെ, അത് ചരിത്ര താളുകളിലേക്കുള്ള ഒരു നടന്നു കയറ്റമായിരുന്നു. അദ്ദേഹം പറഞ്ഞു വെച്ചത് സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് വലുപ്പ ചെറുപ്പമില്ലാത്ത എല്ലാ വ്യക്തികൾക്കും അവകാശപ്പെടുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യമെന്ന് അദ്ദേഹം ആ യാത്രയിലൂടെ വിളിച്ചു പറഞ്ഞപ്പോ പ്രിയമുള്ളവരെ, കേരളത്തിന് അന്ന് ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചത് സമത്വം എന്ന് പറയുന്ന ഒരു ആശയമാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ നീതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങളും അനുസ്മരണ യോഗത്തിൽ സ്മരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജിനു മടേക്കൽ, പി രജിത, ഷഹന മഹിൻ, കൗൺസിലർമാരായ KK സുബൈർ, സജീവ് മത്തായി, മനു പോൾ, ദീപ്തി വിപിൻ, ഷിത റാണി തോമസ്, കിഷോർ NM, സജി TA തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. വിവിധ ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ പഠനതന്ത്രമാക്കി രാമമംഗലം ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്. ലോകകപ്പിൽ മത്സരിക്കുന്ന 48 രാജ്യങ്ങളെയും അവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളെയും പരിചയപ്പെടുത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശത്തെ പഠനതന്ത്രമാക്കുകയാണ് രാമമംഗലം ഹൈസ്കൂൾ സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്. ലോകകപ്പിൽ മത്സരിക്കുന്ന 48 രാജ്യങ്ങളെയും അവ സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളെയും പരിചയപ്പെടുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ലോക ഭൂപടം തയ്യാറാക്കി ഓരോ ദിവസവും നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ മാർക്ക് ചെയ്തും ഇഷ്ടതാരങ്ങളുടെ പടങ്ങൾ ഒട്ടിച്ചു ചേർത്തും പഠനത്തിനായി വേറിട്ട തന്ത്രം തീർക്കുകയാണ് ഇവിടുത്തെ കുട്ടികളും അധ്യാപകരും. സാമൂഹ്യശാസ്ത്ര പഠനം വിരസമായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന കാലത്ത് കുട്ടികളുടെ ഫുട്ബോൾ താൽപര്യത്തെ പഠനത്തിനായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നതെന്ന് സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ അനൂപ് ജോൺ, പ്രധാനാധ്യാപിക സിന്ധു പീറ്റർ എന്നിവർ പറഞ്ഞു. ഇഷ്ടതാരങ്ങളിലൂടെയും രാജ്യങ്ങളുടെയും ലോകത്തെയും വിവിധ ഭൂഖണ്ഡങ്ങളെയും തിരിച്ചറിഞ്ഞ് അവയുടെ അതിരുകളും കാലാവസ്ഥാ മേഖലകളും കുട്ടികൾ ആവേശത്തോടെ പഠിച്ചെടുക്കുകയാണ്. ലോകമാപ്പ് തയ്യാറാക്കുന്നതും പരിചയപ്പെടുത്തുന്നതും കുട്ടികൾ തന്നെ.
ഓരോ ദിവസവും നടക്കുന്ന കളികളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെ മാപ്പിൽ രേഖപ്പെടുത്തി വരുന്നു. ആകർഷകമായ സമ്മാനങ്ങളും കുട്ടികൾക്ക് നൽകുന്നുണ്ട്. 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ദേവദത്ത്, ഗൗതം പി സുമേഷ്, അഭിനവ് PS, മരിയ സിജു, വേദ മനോജ്, സ്കൂൾ ബോർഡ് പ്രസിഡന്റ് ശ്രീറാം മംഗലസ്, മാനേജർ അജിത് കല്ലൂർ, PTA പ്രസിഡന്റ് രതീഷ് കലാനിലയം, സാമൂഹ്യശാസ്ത്ര അധ്യാപകൻ സോണി എലിയാസ്, സ്റ്റാഫ് സെക്രട്ടറി ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്, അധ്യാപകരായ ഷൈജി കെ ജേക്കബ്, ബിന്ദു N എന്നിവർ നേതൃത്വം നൽകുന്നു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. PN പണിക്കരുടെ ഓർമ്മ ദിനമായ ജൂൺ 19 കടാതി ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ ദിന പരിപാടി സംഘടിപ്പിച്ചു. മുൻ MLA എൽദോ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പ്രിയ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ജോഷി ജോർജ്, പഞ്ചായത്ത് അംഗം മഞ്ജു ബിനോയ്, B അശ്വതി, CJ ബാബു. വായനാ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാറിന് ജോയൽ എബ്രഹാം, അഡോൺസ് ബിനോയ് എന്നിവർ നേതൃത്വം നൽകി. പെരുമ്പല്ലൂർ പാലാക്കാരൻ കുരിശുമൂട്ടിൽ പരേതനായ എബ്രഹാമിന്റെ ഭാര്യ അന്നക്കുട്ടി നിര്യാതയായി. സംസ്കാരം ഞായറാഴ്ച 11 പെരിങ്ങഴ സെന്റ് ജോസഫ് പള്ളിയിൽ. പരേത നെല്ലിമറ്റം വാരാരപ്പള്ളിയിൽ കുടുംബാംഗമാണ്. മക്കൾ തോമസ്, ഷിജി, ജിജോ. മരുമക്കൾ റീന കല്ലുപുരയ്ക്കൽ തായങ്കേരി. പരേതനായ ഷൈജു കോയിക്കര കിഴക്കമ്പലം. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.